ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് ചൂടായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നേന്ത്രപ്പഴം കനം കുറച്ചിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നേന്ത്രപ്പഴം നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ അടുപ്പ് തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുള്ള പഴമായതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ, തേങ്ങ കൂടുന്തോറും ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ പഴവും തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ തിളച്ച വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ, റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വറുക്കാത്ത റവ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ ഒരു റവ കുക്കായി കിട്ടാനുള്ള വെള്ളം ഈ ഒരു പഴത്തിൽ തന്നെ ഉണ്ടാവും കേട്ടോ, ഇത് വറുക്കാത്ത റവയായതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റവയിൽ ഈ ഒരു ഇതിൽ റവയും പഴമൊക്കെ നന്നായിട്ട് മിക്സായി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അത് പാനിൽ നിന്നൊക്കെ വിട്ടു പോരുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ചൂടാറി വന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ഒരു മാവാണ്. റവ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു പഴത്തിലുള്ള വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു നീളത്തിലുള്ള ഒരു ഫിംഗർ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി ഇതാ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിൽ വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, അതുപോലെ കോൺഫ്ലെക്സും എടുത്തിട്ടുണ്ട്. കോൺഫ്ലെക്സ് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി, ഒരുപാട് ഫൈൻ ആവേണ്ട. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ല ഈ ഒരു ഓരോ ഫിംഗറും ഈ ഒരു കോൺഫ്ലവറിൽ ആദ്യം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കോൺഫ്ലെക്സ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ മുഴുവൻ പീസുകളും ഞാനിവിടെ ഇപ്പോൾ കോൺഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കോൺഫ്ലെക്സ് ഒക്കെ അതിൽ നിന്ന് വേറിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കോൺഫ്ലെക്സ് ഒക്കെ നന്നായിട്ട് അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ പപ്പട സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോരി വെച്ചിട്ടോ ഒക്കെ പതുക്കെ ഒന്ന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലുള്ള എല്ലാ ഭാഗത്തും ഒരുപോലെ കളറായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങനെ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് പോകാനൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി നമ്മളൊക്കെ വേവിച്ച സാധനം തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് വേവാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പുറം ഭാഗമൊക്കെ കോൺഫ്ലെക്സ് ഒക്കെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി.
അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള 4 മണി ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്